നമസ്കാരം. പേർളി മണിയും മെറീന മൈക്കിളും തമ്മിലുണ്ടായിട്ടുള്ളൊരു പ്രശ്നത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മെറീന മൈക്കിളിനെ ഇന്റർവ്യൂ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് പേർളി മണി ഒഴിഞ്ഞു മാറിയെന്നും അതുമൂലം ആ ഇന്റർവ്യൂ 3-4 തവണ ക്യാൻസലായി. പിന്നീട് വേറൊരു ആങ്കറാണ് തന്നെ ഇന്റർവ്യൂ ചെയ്തത്. ആ ഒരു വിഷയം പേഴ്സണലി തന്നെ ഒത്തിരി വിഷമിപ്പിച്ചു എന്ന് മെറീന മൈക്കിൾ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പക്ഷെ പേർളിയുടെ പേരൊന്നും പറയുന്നില്ല, പേര് പറയാൻ താല്പര്യമില്ലെന്നാണ് മെറീന പറയുന്നത് എങ്കിൽ പോലും കമന്റ്സുകളായിട്ടും അല്ലാതെ പല സന്ദർഭങ്ങളിൽ പേർളിയുടെ പേര് ഉയർന്നു വന്ന സമയത്ത് മെറീന അത് നിഷേധിച്ചിട്ടില്ല. ഇപ്പൊ ഏതായാലും അത് പേർളി മണിയാണെന്ന് കൺഫേം ആയിട്ടുണ്ട്. അപ്പം ഈ വിഷയത്തിൽ പേർളി മണി പുള്ളിക്കാരിയുടെ എക്സ്പ്ലനേഷൻ പുള്ളിക്കാരിയുടെ ചാനലിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ പേർളി പറയുന്നത് മെറീനയെ വിളിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നു, പക്ഷെ മെറീന അത് കേൾക്കാൻ തയ്യാറായിട്ടില്ല. എന്നിട്ട് പുള്ളിക്കാരി പറയുന്നുണ്ട് 2017 ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അപ്പൊ 2017 പേർളി ആങ്കർ ആയിരുന്ന ആ ഒരു ചാനലിന്റെ ഷോ ഡയറക്ടറുമായിട്ടും പ്രൊഡ്യൂസറുമായിട്ടും ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു. ഒരു പേയ്മെന്റ് റിലേറ്റഡ് ഇഷ്യൂ ആണ്. അപ്പൊ ആ ഒരു ഇഷ്യൂ മൂലം ആ ഷോ തന്നെ പേർളി മണി ഡിസ്കണ്ടിന്യൂ ചെയ്തിരുന്നു. പിന്നീട് ഉറപ്പായിട്ടും ഒരു ആങ്കർ മാറിപ്പോകുന്ന സമയത്ത് ആ ഒരു ഷോയുടെ സ്കെഡ്യൂളിന് ചെറിയ ഡിലേ ഒക്കെ ഉണ്ടാകും. ആ ഡിലേ കൃത്യമായിട്ട് പരിഹരിക്കാതിരുന്നത് അതിന്റെ പ്രൊഡ്യൂസറും ഡയറക്ടറുമാണ്. അപ്പൊ ഈ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്തത് തന്നെ ആ ചാനലിന്റെ ഡയറക്ടറും പ്രൊഡ്യൂസറുമാണ്. അല്ലാതെ പേർളി ഇതിനകത്ത് യാതൊരു രീതിയിലും ഉത്തരവാദിയല്ല, തെറ്റ് ചെയ്തിട്ടില്ലെന്നാണ് പേർളി പറയുന്നത്. അതാണ് പേർളിയുടെ സൈഡ് ഓഫ് സ്റ്റോറി. ഈ ഒരു വിഷയത്തിൽ ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ തന്നെയാണ് പേർളി ഇതിനകത്ത് തന്നത്. കാരണം മെറീന പറയുന്ന പല കാര്യങ്ങളും കേട്ട് കഴിഞ്ഞാൽ മെറീന തെറ്റിദ്ധരിച്ചതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി അല്ലെങ്കിൽ തന്നെ ഒരു വ്യക്തിക്ക് അയാൾക്ക് താല്പര്യമില്ലാത്തൊരു ജോലിയിൽ നിന്ന് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് പിന്മാറാനുള്ള അവകാശമില്ലേ? നോ പറയാനുള്ള അവകാശമില്ലേ? പേർളിക്ക് മെറീനെ ഇന്റർവ്യൂ ചെയ്യാൻ താല്പര്യമില്ല, അത് ഒരു എക്സ്പ്ലനേഷൻ അല്ലേ? താല്പര്യമില്ല എന്ന് പറഞ്ഞ് പേർളി ഒഴിഞ്ഞു മാറിയതിൽ എന്താണ് ഇത്ര തെറ്റ്? നമ്മുടെ നാട്ടിൽ ചില ആൾക്കാരുടെ ഒരു വിചാരമുണ്ട്, ഒരു വ്യക്തി നോ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ വലിയ മഹാപാപമാണ്, തെറ്റാണ്. അങ്ങനെയല്ല. ഒരാൾക്ക് പേഴ്സണലി ഒരു കാര്യം ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള അവകാശം ആ വ്യക്തിക്കുണ്ട്. ഇവിടെ പേർളി പറയുന്നു ഗസ്റ്റിനെ തീരുമാനിക്കുന്നത് ഒരിക്കലും ആങ്കർ അല്ല, അത് ചാനലിന്റെ പ്രൊഡ്യൂസറും ഡയറക്ടറുമാണ് എന്ന് പേർളി പറയുന്നുണ്ട്. പക്ഷേ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ആങ്കർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ആങ്കറിനും ചെറിയൊരു അഭിപ്രായം പറയാം. പക്ഷെ ഇവിടുത്തെ സാഹചര്യം വിലയിരുത്തുകയാണെങ്കിൽ പേർളി മണിക്ക് ചെറിയൊരു പ്രശ്നം ആ ഒരു ഷോയിൽ ഉണ്ടായിരുന്നു, പേയ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമാണ്. ആ സമയത്ത് തീർച്ചയായിട്ടും പേർളി മണി പിന്നീട് ആങ്കർ ചെയ്യത്തില്ല, ഒഴിഞ്ഞു മാറും. അങ്ങനെ ഡിലേ ആയി. ആ ഡിലേ ആയ സമയത്ത് ഈ തെറ്റെല്ലാം കൂടി പേർളി മണിയുടെ തലയിലേക്ക് ആ ചാനലിന്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും എടുത്തു വെച്ചതാണ്. അപ്പൊ ഇതിനകത്ത് ശരിക്കും ഉത്തരവാദി ആ ചാനലുകാരാണ്. ആദ്യം തന്നെ മെറീന മൈക്കിൾ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. കാരണം ഒരു സംഭവം കൺഫേം ചെയ്യാതെ മെറീന മൈക്കിളിനെ 3-4 തവണയും വിളിച്ചത് ഈ ചാനലുകാരാണ്, അല്ലാതെ പേർളി മണിയല്ല. ഇതിനകത്ത് പേർളി മണിയുടെ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റേ ഇല്ല. പേർളി മണി മെറീന മൈക്കിളിനോട് പറയുന്നില്ല എനിക്ക് തന്നെ ഇന്റർവ്യൂ ചെയ്യാൻ താല്പര്യമില്ല, എനിക്ക് ഇഷ്ടമല്ല തന്നെ ഇന്റർവ്യൂ ചെയ്യാൻ, നേരിട്ട് ഡയറക്റ്റായിട്ട് മുഖത്ത് നോക്കി പറയുന്നില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂവിന് വിളിച്ചു വരുത്തി നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. ഇതെല്ലാം ചെയ്തത് ഈ ചാനലുകാരാണ്. ആദ്യം ഒരു ഡിലേ വന്ന സമയത്ത് പിന്നീട് കൺഫേം ആക്കിയിട്ട് വേണമായിരുന്നു ഗസ്റ്റിനെ വിളിക്കാൻ. അതിലും പ്രശ്നമുണ്ടാക്കിയത് ഈ ഒരു ഷോ ഡയറക്ടറും പ്രൊഡ്യൂസറുമാണ്. എന്നിട്ട് എല്ലാ തെറ്റും കൂടി പേർളിയുടെ മണ്ടയ്ക്ക് കൊണ്ടിടുന്നത് എന്തിനാണ്? അത് മാത്രമല്ല, ഇതിനകത്ത് പല ആൾക്കാരും പറയുന്നുണ്ട് പേർളി മണി ഭയങ്കര മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണല്ലോ, പിന്നീട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്, പേർളിയുടെ മുഖം മൂടി അഴിഞ്ഞു വീണു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. മോട്ടിവേഷൻ ക്ലാസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ഒരാൾക്ക് നോ പറയാനുള്ള അവകാശമില്ലേ? റൈറ്റ് ഇല്ലേ? തീർച്ചയായിട്ടും നോ പറയാനുള്ള അവകാശമുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ നോ പറയുന്നത് മഹാപാപമാണ്, തെറ്റാണ് എന്നാണ് കരുതുന്നത്. ഒരിക്കലും അല്ല. ഒരു വ്യക്തിക്ക് ഒരു സാഹചര്യത്തിൽ ഇരിക്കാൻ പറ്റില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ജോലി ചെയ്യാൻ താല്പര്യമില്ല. ഇപ്പൊ പേർളിക്ക് മെറീനയോട് പേഴ്സണലി വൈരാഗ്യമൊന്നും വേണമെന്നില്ല. മെറീനയോട് ഇന്റർവ്യൂ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് പേർളി ഒഴിഞ്ഞു മാറിയാൽ തന്നെ എന്താണ് തെറ്റ്? അതൊരിക്കലും തെറ്റല്ല. നമുക്ക് താല്പര്യമില്ലാത്ത, നമുക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒഴിവാക്കുന്നത് തന്നെയാണ് ശരി. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇനിയിപ്പോൾ ഈ കാര്യത്തിൽ മെറീന മൈക്കിൾ ഒരു വോയിസ് റെക്കോർഡ് വന്നിട്ടുണ്ട്. മെറീന മൈക്കിൾ പറയുന്നത് അതും കൂടി ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. എടാ ഞാൻ ആ റെസ്പോൺസ് കണ്ടു. ഞാൻ ആക്ച്വലി എനിക്ക് ഇന്നലെ മുതൽ ഇങ്ങനെ കോൾ ചെയ്തിട്ടുണ്ട് ഓൺലൈൻ മീഡിയന്നും അവിടെ നിന്നൊക്കെ. ഞാൻ ഒരാളെ കോളും എടുത്തിട്ടില്ല. ഒന്നാമത് എടാ ഞാനൊരാളുടെ പേര് പറയാനോ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ഒരു കാര്യം അവരുടെ കരിയർ വൈസുള്ള കാര്യങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാനോ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞ വീഡിയോയോ അങ്ങനെ ചെയ്ത വീഡിയോ ഒന്നും അല്ല. കാരണം അലിഗേഷൻ വന്നപ്പോൾ ആദ്യം വേറൊരു ആങ്കറിനെയും കൂടെ അതിൽ ഇൻവോൾവ് ആയിരുന്നു പേര്. അപ്പം ഞാൻ ആകെ അയ്യോ ഞാൻ പറഞ്ഞത് അബദ്ധമായോ എന്ന് എനിക്ക് തോന്നിയിരുന്നു ഒരു പോയിന്റിൽ.
പക്ഷെ നമ്മളടുത്ത് ലൈഫിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്ന സമയത്ത് എക്സ്പ്ലനേഷൻ ചോദിക്കുമ്പോൾ നമ്മളത് പറയുമല്ലോ. അതിൽ പോലും ഞാൻ ആളുടെ പേര് ഒന്നും പറയരുത്, ഇൻസിഡന്റ് ഇതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു പോയതാണ്. അപ്പം ആളിപ്പോൾ ഇങ്ങനെ ആളെന്നെ വിളിച്ചിരുന്നു. ആളെന്നെ സാനിഫ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഫോണിൽ നിന്നാണ് വിളിച്ചത്. എന്നെ ഡയറക്റ്റ് പോലും അല്ല വിളിച്ചത്. വിളിച്ചിട്ട് സംസാരിച്ച് കുറെ കൺവിൻസ് ചെയ്യാൻ നോക്കി. അപ്പോൾ ഞാൻ കൺവിൻസ് ചെയ്യാൻ നോക്കിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ വളരെ ഫേക്ക് ആയിട്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയത്. വെച്ചാൽ ഇവിടെ മെറീന പറയുന്നത് കേൾക്കുമ്പോൾ മെറീന പറയുന്നത് ഫേക്ക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അന്ന് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി, 2017 നടന്നിട്ടുള്ള ഇൻസിഡന്റ് ആണ്. ആ ഇൻസിഡന്റ് ഇപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് മെറീനയാണ്. ഉറപ്പായിട്ട് നമ്മളെ ഇഗ്നോർ ചെയ്യുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് വിഷമം വരും, ആ വിഷമം ഉള്ളിൽ കിടക്കും. പക്ഷേ മെറീന ഒരിക്കലും പേർലിയുടെ വായിൽ നിന്നല്ല ഇത് കേട്ടത്. മെറീന അവിടെ ആ ഒരു ഷോയിൽ പോയ സമയത്ത് അതിന്റെ ഡയറക്ടറിന്റെ ഭാഗത്തു നിന്നും പ്രൊഡ്യൂസറിന്റെ ഭാഗത്തു നിന്നും ഇല്ല കൊതിഞ്ഞുണയം പറയുന്നത് പോലെയാണ് പുള്ളിക്കാരി കേട്ടത്, ഗോസിപ്പ് പറയുന്നത് പോലെയാണ് കേട്ടത്. മെറീനെ ഇന്റർവ്യൂ ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് പേർലി പിന്മാറിയത് എന്ന് മെറീന കേൾക്കാനിടയായി. അപ്പൊ അങ്ങനെ ഒരു സംഭവം, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് മെറീനയുടെ ഉള്ളിൽ ഉണ്ടായ സമയത്ത് അത് പേർലിയോട് ചോദിച്ച് ക്ലിയർ ചെയ്യാമായിരുന്നു. പേർലിയോട് ചോദിക്കാമായിരുന്നു, എന്നോട് ഇന്റർവ്യൂ ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണോ പേർലി അത് ഒഴിഞ്ഞു മാറിയത്, 3-4 തവണ അത് ക്യാൻസൽ ആക്കി, എനിക്കത് വലിയ രീതിയിലുള്ള അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തു, എനിക്കത് വിഷമം ഉണ്ടാക്കി എന്ന് പേർലിയോട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാമായിരുന്നു. പിന്നീട് പേർലിയെ കണ്ടിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു, അല്ലെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിക്കാമായിരുന്നു. പക്ഷേ ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ യാതൊരു രീതിയിലുള്ള എഫോർട്ടും മെറീന മൈക്കിൾ എടുത്തിട്ടില്ല. എന്നിട്ട് അതിങ്ങനെ ഉള്ളിൽ ഇട്ടുകൊണ്ടിരുന്നിട്ട് 4-5 പേര് പറയുന്നത് കേട്ടിട്ട്, അത് മൂന്നാമതൊരാൾ പറയുന്നത് കേട്ടിട്ടാണ് മെറീന പേർലിയെ തെറ്റിദ്ധരിച്ചതും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും. എന്നിട്ട് മെറീന തന്നെ പറയുന്നുണ്ട്, ഇതൊരു ഇഷ്യൂ ആക്കാൻ എനിക്ക് താല്പര്യമില്ല, ആ വ്യക്തി അറിയണമെന്നുണ്ടായിരുന്നുള്ളൂ. ആ വ്യക്തി അറിയണമെന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ അന്നേ മെറീനയ്ക്ക് ഇത് ക്ലിയർ ചെയ്യാമായിരുന്നു. കാരണം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കേൾക്കാത്തൊരു കാര്യം ശരിയാണ് എന്ന് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റും? വേറൊരാളുടെ വായിൽ നിന്നാണ് കേൾക്കുന്നത്. അതൊരു പക്ഷേ ഗോസിപ്പാകാം, നെഗറ്റീവ് ആകാം, അവരുടെ തെറ്റ് മറച്ചു വെക്കാൻ വേണ്ടി മറ്റൊരാളുടെ മണ്ടയ്ക്ക് പഴിക്കുന്നതാകാം. ഇങ്ങനെയൊക്കെ ഒരുപാട് പോസിബിലിറ്റി ഇല്ലേ? മെറീനയ്ക്ക് അത് അന്നേ പറഞ്ഞ് ക്ലിയർ ചെയ്യാമായിരുന്നു, ചോദിക്കാമായിരുന്നു. അപ്പൊ പേർലി പറയുവാണ്, എനിക്ക് തന്നെ ഇന്റർവ്യൂ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയുമായിരുന്നെങ്കിൽ ആ പ്രശ്നം അതോടുകൂടി കഴിഞ്ഞേനെ. പക്ഷേ മെറീന ഇവിടെ ചെയ്തത് എന്താണ്? ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി അതങ്ങ് വിഴുങ്ങി. എന്നിട്ട് പേർലിയാണ് തെറ്റുകാരി എന്ന് മനസ്സിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നു. പക്ഷെ മെറീനയ്ക്ക് ആലോചിക്കാം, മെറീനയ്ക്ക് ആ ഒരു ഡിസ്കംഫോർട്ട് ഉണ്ടാക്കിയത് മുഴുവനായിട്ട് ആ ചാനലുകാരാണ്. 3 തവണ മെറീനയെ വിളിച്ചു, 3 തവണയും ക്യാൻസൽ ആക്കിയത് ആ ചാനലുകാരാണ്. ഇതിനകത്ത് മെറീനയുടെ ആ ഒരു പ്രശ്നത്തിൽ പേർലി മണിക്ക് ഡയറക്റ്റ് യാതൊരു രീതിയിലുള്ള ഇൻവോൾവ്മെന്റും ഇല്ല. അതിനകത്ത് പേർലി മണി ഉണ്ടെന്ന് പോലും മെറീനയ്ക്ക് ആദ്യം അറിയില്ല. പിന്നീട് അവിടെ പോയി ഇരുന്ന് ഇവരിങ്ങനെ ഗോസിപ്പ് അടിക്കുന്ന സമയത്താണ് മെറീന അത് കേൾക്കുന്നത്. എന്നിട്ടും അത് ക്ലിയർ ചെയ്യാതെ ഇങ്ങനെ മനസ്സിലിട്ടുകൊണ്ടിരുന്നിട്ട് പിന്നെ ഒരു ചാനലിന്റെ ഇന്റർവ്യൂവിൽ അത് എടുത്തിട്ടിട്ട് അത് പേർലിയാണ് എന്ന് പറഞ്ഞിട്ട് വന്ന് നിഷേധിക്കാതെ ഒരു ചെറിയൊരു നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്തതും പ്രശ്നം ക്രിയേറ്റ് ചെയ്തതും മെറീനയല്ലേ?